الحمد لله الذي جعل الشباب مرحلة قوة وعطاء وأودع فيهم العزم والطاقات البناء ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ജന്മവും ജീവിതവും എല്ലാം നൽകിയിട്ടുള്ള ഖാലിക്കും റബ്ബുമായ റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാ കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. ജുമാ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ പ്രമാണങ്ങൾ, വിശുദ്ധ ഖുർആൻ, പ്രവാചക വചനങ്ങൾ എല്ലാം സത്യവിശ്വാസികളോട്, എല്ലാ മനുഷ്യരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, അമൂല്യമായ, വിലമതിക്കാനാവാത്ത, അതിപ്രധാനമായ ഒരു സമ്മാനത്തെക്കുറിച്ചാണ്, ഒരു നിധിയെപ്പറ്റിയാണ്. തീർച്ചയായും ഇസ്ലാമിൻ്റെ ആത്യന്തികമായ വിഷയം തൽക്കാലത്തേക്കുള്ള ജീവിതം അവസാനിച്ചു, മരണാനന്തരമുള്ള പാരത്രിക ജീവിതവും അവിടുത്തെ മോക്ഷവുമാണ്. അതോടൊപ്പം സ്വർഗത്തിലേക്ക് പോവേണ്ടുന്ന, സ്വർഗം നേടാനുള്ള എല്ലാ വഴികളും എല്ലാ കോപ്പുകളും വിഭവങ്ങളും ഒരുക്കേണ്ടുന്ന ജീവിതം ദുനിയാവിൽ വെച്ചാണ്. ദുനിയാവിലെ ജീവിതത്തിൽ പലപ്പോഴും വിട്ടുപോകുന്ന, മറന്നു പോകുന്ന, നിസ്സാരമാക്കി പോകുന്ന രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും. ധാരാളം ഉണ്ടല്ലോ, എത്ര വേണേലും ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ള തോന്നൽ അത് മനുഷ്യനെ പറ്റിച്ചു കളയുന്നു. അധിക മനുഷ്യരും വഞ്ചിതരാവുന്നത്, പെട്ടുപോകുന്നത് ഈ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ്, അമിതമായ പ്രതീക്ഷയാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തുന്നവർ. അതിനെക്കുറിച്ച് ഗൗരവമായി ഉണർത്തുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എപ്പോഴും നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ ഹശറിലെ വചനം സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ വിശ്വാസികളാണ്, ഈമാനുണ്ട്, അതുകൊണ്ട് മാത്രമായില്ല, ഇത്തഖുള്ള, തഖ്വയുണ്ട് എന്ന് തോന്നുകയും അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അതും മതിയാവുന്നില്ല. പിന്നെ എന്തു വേണം? എങ്ങനെയാണ് തഖ്വയുണ്ടാവുക? എങ്ങനെയാണ് സജീവമായ ഗൗരവമായ ധർമ്മനിഷ്ഠ ജീവിതത്തിലുണ്ടാവുക? വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലഗദ് വത്തഖുള്ള, അങ്ങനെ നിങ്ങൾ മുത്തഖികളാവുക. നാളേക്ക് വേണ്ടി, മരണാനന്തരമുള്ള ജീവിതത്തിൽ അവിടത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, മുൻകൂട്ടി ചെയ്തിട്ടുള്ളത് എന്ന്. ആ നാളെ മരണാനന്തരം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ വരാനിരിക്കുന്ന ദിവസങ്ങളും നിമിഷങ്ങളുമാണ്. അതിലേക്ക് വേണ്ടി നീ എന്താണ് കരുതി വച്ചിട്ടുള്ളത് എന്നുകൂടി അത് അർത്ഥമാക്കുന്നുണ്ട്. സത്യവിശ്വാസികൾ എപ്പോഴും ആ വിഷയത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. അതിലേറ്റവും ജീവിതത്തിൽ ഏറ്റവും ശബളിമമായ, ശക്തമായ, പ്രസക്തമായ, സജീവമായ ഘട്ടമാണ് യുവത്വം എന്നത്. ചെറുപ്പക്കാർ. നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിലാണ് സൂറത്തുൽ കൗഫ് ഓതാൻ പ്രേരിപ്പിക്കുകയും അതിൻ്റെ പുണ്യം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
സൂറത്തുൽ കഹ്ഫിലെ വലിയൊരു വിഷയം, ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ഗുഹ എന്നാണ്, കഹ്ഫ്. അതൊരു ചരിത്ര സംഭവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഗുഹാവാസികൾ, നാട്ടിലെ പ്രതിലോമകാരികളായ, അക്രമികളായ, നിഷേധികളായ ഭരണകൂടവും അല്ലെങ്കിൽ രാജാവും നാട്ടുകാരും എല്ലാം എതിർക്കുകയും തകർക്കുകയും ചെയ്യാൻ നിൽക്കുമ്പോഴും വളരെ സൂത്രത്തിലും സമർത്ഥമായും ഈമാനിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിലെല്ലാം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ട ഒരു ചെറു സംഘത്തെക്കുറിച്ചാണ്, ആ വിജയികളെക്കുറിച്ച്, ആ മഹാഭാഗ്യവാന്മാരെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇന്നഹും ഫിതിയത്തുൻ ആമിനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ ഒരു ആൾക്കൂട്ടം എന്നതിലപ്പുറം ഒരു യുവാക്കളുടെ ഒരു സംഘമായിരുന്നു, ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാനും ജയിച്ചു വരാനും സാധിച്ചിട്ടുള്ളത് എന്ന യുവത്വത്തെ ഊന്നിക്കൊണ്ടാണ്, അതിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യുവത്വം, അതാണ് ശക്തി. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്ത് റൂമിൽ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ. ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ വളർത്തിയെടുത്തത്, നിങ്ങളെ സൃഷ്ടിച്ചതും. ലം യകുൻ ഷൈഅൻ മദ്കൂറ, എടുത്തു പറയാൻ പോലും പറ്റാത്ത, പറയാൻ യാതൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു ഘട്ടം. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് വളരെ ദുർബലമായ അവസ്ഥയിൽ നിന്ന് പിന്നെയോ സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ, അങ്ങനെ ഒന്നിനും പറ്റാത്ത ഒരുപാട് ആളുകളുടെ താങ്ങും തണലും ശുശ്രൂഷയും വാത്സല്യവും ഒത്താശയും പരിഗണനയും ഒക്കെ ആയിട്ടാണ് മനുഷ്യൻ്റെ കുഞ്ഞ് വളർന്നു വലുതാവുന്നത്. പിന്നീട് അവൻ ശക്തനായ ഒരു ചെറുപ്പക്കാരനായ അള്ളാഹു അവനെ മാറ്റിയെടുത്തു, വളർത്തുകയുണ്ടായി. കുട്ടിക്കാലവും ദുർബലമായ അവസ്ഥയും അതിൽ നിന്നെല്ലാം പിന്നെ ഈ ഖുവ്വത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യുവത്വമാണ് എന്നാണ് ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെയോ യുവത്വത്തിന് ശേഷം സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫ വശൈബതൻ, യുവത്വത്തിന് ശേഷം വീണ്ടും ക്ഷയിച്ചു പോകുന്ന ദുർബലമാകുന്ന ശരീരപ്രകൃതിയും രോഗങ്ങളും വാർദ്ധക്യ സഹജമായ അവശതകളും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ, ജരാനരകൾ ബാധിച്ച്. അപ്പോൾ ഈ ജീവിത ചക്രത്തിൽ ഏറ്റവും ശക്തമായ എന്തിനും പറ്റിയ സമയം യുവത്വമാണ്. അതാണ് ഈ വചനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവത്വം നഷ്ടപ്പെടുത്താൻ പാടില്ല. മറ്റെന്തിനേക്കാളും വലുതായി കാണുകയും കരുതലോടെ ഉപയോഗപ്പെടുത്തുകയും വേണം. അത് അശ്രദ്ധമായി പോകരുത് എന്നാണ് വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 മഹാഭാഗ്യവാന്മാർ, 7 കൂട്ടം ആളുകൾ നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ മഹ്ശറിൽ എല്ലാവരും ഹാജരാക്കപ്പെടുമ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ ഒരു തണലുമില്ലാത്ത, ഒരു മറയുമില്ലാത്ത ആ മൈതാനിയിൽ, അതാണ് മഹ്ശർ, അവിടെ അള്ളാഹു തണൽ നൽകുന്ന, അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. 7 വിഭാഗം ആളുകളാണ്. അതിലൊരു കൂട്ടരെ പറഞ്ഞത് എന്താണ്? മിൻഹും, അവരിൽ വശാബുൻ നശഅ ഫീ തഅത്തില്ലാഹ്, ചെറുപ്പക്കാരൻ, യുവാവ്. എല്ലാ ചെറുപ്പക്കാരുമല്ല, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് തൻ്റെ യുവത്വം വിനിയോഗിച്ചിട്ടുള്ള ചെറുപ്പക്കാരൻ, അതിന് ഭാഗ്യമുണ്ടായവൻ. എന്തും ചെയ്യാം, എന്തിനും കഴിയും, എന്തിനും പ്രാപ്തിയുണ്ട് എന്ന് കുതിച്ചു ചാടുന്ന ആ പ്രായത്തിൽ അച്ചടക്കവും അനുസരണവും പ്രമാണങ്ങളിലുള്ള വിശ്വാസവും പ്രവാചക ചര്യയിലുള്ള അനുസരണവും അതിനെ പിൻപറ്റുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നന്മയുടെ ചലിക്കുന്ന ശക്തികളായി തീരാൻ യുവാക്കൾക്ക് സാധിക്കും. അങ്ങനെയുള്ള യുവാക്കൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് തൻ്റെ യുവത്വം നന്മയിൽ ചെലവഴിച്ചിട്ടുള്ള, നന്മയിൽ ഉറച്ചു നിന്നിട്ടുള്ള ചെറുപ്പക്കാർ, അവർക്ക് മഹ്ശറിൽ മറ്റാരുടെയും തുണയും തണലുമില്ലാത്തപ്പോൾ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കും. ആ മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ ചേർക്കുമാറാവട്ടെ. അപ്പോൾ യുവത്വം എന്നത് നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ ചെറുപ്പക്കാരായി വലുതായി എല്ലാത്തിനും പറ്റിയ അവസരത്തിലാകുമ്പോഴും കുഞ്ഞുനാളിൽ നമ്മളെ പാലൂട്ടുകയും താരാട്ടുകയും ഒക്കെ ചെയ്ത ഉമ്മയും എപ്പോഴും കൂടെ നിന്ന പോറ്റി വളർത്തിയ ഉപ്പയുമൊക്കെ
എല്ലാവരും പലപ്പോഴും നോക്കിക്കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോരോ നേരവും ഓരോ കാര്യത്തിലും പ്രാർത്ഥിക്കുകയായിരുന്നു. കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുമ്പോഴും റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുക. ഖുർറത അയ്യുൻ, മക്കളെ കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണമേ എന്നവർ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത ജാഗ്രതയോടുകൂടി. ആ പ്രാർത്ഥന വെറുതെയാക്കരുത്. അർത്ഥവത്തായ ആ പ്രാർത്ഥന, അതിൻ്റെ അർത്ഥത്തിലും ആശയത്തിലും ഉറച്ചു നിൽക്കണം. നമ്മൾ മാതാപിതാക്കൾക്ക് സന്തോഷമായിരിക്കണം, അവർക്ക് സൗകര്യമായിരിക്കണം, മക്കളിലൂടെ സഹായമായിരിക്കണം. മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ മറ്റെന്തിനേക്കാളും, ഏത് അവസരത്തെക്കാളും ഏറ്റവും യോഗ്യമായ യുവത്വം എന്തിനും നിനക്ക് വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ മാതാപിതാക്കളുടെ കാലിൻ്റെ ചോട്ടിൽ, ഉമ്മയുടെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗമെങ്കിൽ, പിതാവാണ് സ്വർഗത്തിലേക്കുള്ള നിൻ്റെ ഏറ്റവും നടുവിലുള്ള വാതിൽ ഉപ്പയാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മാതാപിതാക്കളോടൊപ്പം നിൽക്കാൻ യുവത്വത്തിൻ്റെ ത്രസിപ്പും എടുത്തുചാട്ടവും നമ്മളെ തടയരുത്. അനുസരണമുള്ള മക്കളായി മാതാപിതാക്കളോടൊന്ന് ഒപ്പം നിൽക്കുകയും അവർക്കുള്ള എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയും വേണം. മാത്രമല്ല, ഈ യുവത്വം അത് ജാഗ്രതയോടുകൂടി തന്നെ കാണുകയും ഉപയോഗപ്പെടുത്തുകയും വേണം. കാരണം വളരെ പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന നിമിഷങ്ങളാണ്, പരിമിതമായ ഒരു സമയം മാത്രമാണ് യുവത്വം എന്നത്. ജീവിതം തന്നെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അനുഭവങ്ങൾ, അവസ്ഥകൾ, അത് വന്നുപെടുന്നതിന് മുമ്പേ 5 അവസരങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം, മത്സരബുദ്ധിയോടുകൂടി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ 5 എണ്ണം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് അതിന് കാത്തു നിൽക്കാതെ യുവത്വത്തിൻ്റെ ഓരോ നേരവും ഓരോ നിമിഷവും നീ ബോധപൂർവം ഉത്സാഹപൂർവം ഉപയോഗപ്പെടുത്തണം, നഷ്ടപ്പെടുത്തി കളയരുത്. അതുപോലെ തന്നെ വസിഹതക ഖബ്ല സഖമിക, നിന്റെ ആരോഗ്യം, ആശ്വാസമുള്ള ആരോഗ്യമുള്ള സമയം, അവശതകളും രോഗവും പ്രയാസങ്ങളും ആശുപത്രികളുമായി കഴിയുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ എന്തുമാത്രം ശക്തമായ, എന്തുമാത്രം ഗൗരവമായ അർത്ഥത്തിലാണ് ഇസ്ലാം യുവാക്കളോട് സംസാരിച്ചത്, മനുഷ്യനോട് യുവത്വത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ, നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ, ധീരതയുടെയും നീതിബോധത്തിൻ്റെയും ഒക്കെ ലോക മാതൃകയായ അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് എന്തെങ്കിലും പുതിയ വിഷയങ്ങളോ എന്തെങ്കിലും ആശങ്കകളോ ഉണ്ടായാൽ കൂട്ടത്തിൽ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് കൂടിയാലോചിക്കുമായിരുന്നു. അവരാണ് ചാലക ശക്തി. അവർക്കാണ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് ഗമിക്കാനുള്ള മനസ്സിൻ്റെ കരുത്തും ശരീരത്തിൻ്റെ ശേഷിയുമുള്ളത് അവർക്കാണ്. ആരോഗ്യമുള്ള മനസ്സിൽ ശക്തമായ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ യുവത്വം എന്നത് ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. നമുക്കറിയാം എന്തെല്ലാമാണ് പ്രതിലോമ ശക്തികൾ, നിഷേധികൾ, ധിക്കാരികൾ സംഘടിതമായും ദുരുദ്ദേശത്തോടു കൂടിയും ഒക്കെ തന്നെ ശക്തമായി പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും നടത്തുമ്പോൾ അതിനെതിരിൽ വർത്തമാനകാലത്തെ വാർത്തകളിൽ നമ്മൾ വായിക്കുകയാണ്. ശക്തമായി ഉറച്ചു നിന്ന ചെറുപ്പക്കാർ, അവരുടെ കയ്യിൽ ആയുധമില്ല, അവരുടെ കയ്യിൽ പണമില്ല, മറ്റൊന്നുമില്ല. ആ യുവത്വത്തിൻ്റെ ശക്തി അതിൻ്റെ മുന്നിൽ പലതിനെയും പരാജയപ്പെടുത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കാണുകയാണ്. യുവത്വം എന്നത് അത് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين والعاقبة للمتقين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി തഖ്വയുള്ള, ധർമ്മബോധമുള്ള, അത് ജീവിതത്തിൽ ചിട്ടയോടെ പാലിക്കുന്ന
അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. മാറിയ ചുറ്റുപാടിൽ, പുതിയ കാലഘട്ടത്തിൽ നമുക്ക് എന്തും കാണാൻ, എന്തും കേൾക്കാൻ, എന്തും അറിയാനും എവിടെയും എത്തി നോക്കാനും എല്ലാം പ്രാപിക്കാനുമുള്ള തൃഷ്ണയാണ്. പ്രായവ്യത്യാസമില്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. അവിടെ വളരെ അടിസ്ഥാനപരമായൊരു വിഷയമുണ്ട്: വിജ്ഞാനം, അറിവ്. നമ്മൾ കണ്ടതും കേട്ടതും മുഴുവൻ ഏറ്റെടുക്കുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് യുവത്വം പാളിപ്പോവാൻ പാടില്ല. ഓരോ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ കൃത്യമായ അറിവുണ്ടായിരിക്കണം. വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതിലും നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല, കുറവ് വിചാരിക്കേണ്ട. ആരോടും ചോദിച്ചു പഠിക്കാം, അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കണം. യുവത്വത്തിൻ്റെ ശക്തിയും യുവത്വത്തിൻ്റെ ഉത്സാഹവും ജാഗ്രതയുമെല്ലാം അതിൻ്റെ അടിത്തറയായി അറിവ് കൂടെ ഉണ്ടാവണം, വിഷയങ്ങളെക്കുറിച്ചുള്ള പിടിപാടുണ്ടാവണം. അത് ഇഖ്റ കൊണ്ട് തുടങ്ങുന്ന ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ ഇസ്ലാമിൻ്റെ പ്രമാണം, അവസാനം വരെ അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി നിർബന്ധിക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള പിടിപാടുണ്ടാവണം. മറ്റ് തിരക്കുകൾക്കിടയിൽ പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും സൗകര്യങ്ങളുമുണ്ട്. എല്ലാ വിധേനയും അത് ഉപയോഗപ്പെടുത്തുക. ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, അറിവുണ്ടായിരിക്കണം നമ്മുടെ കഴിവിൻ്റെ കൂടെ. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. UAE രാഷ്ട്രപിതാവ് മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി ഇവിടെ വചനങ്ങളിൽ കാണാം: യാദ ശബാബിൽ ബാനി ബാദിർ വഖും ബിജുഹൂദിൻ. യുവത്വമേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരതമായിരിക്കുന്ന യുവത്വമേ, നിങ്ങൾ സമയം നഷ്ടപ്പെടുത്താതെ ഉത്സാഹപൂർവം മുന്നോട്ട് നീങ്ങുക, നിങ്ങൾ ത്യാഗം ചെയ്യുക. അതിനുള്ള അവസരമാണ് യുവത്വം അദ്ദേഹം വിളിക്കുന്ന. അതാ വചനങ്ങളിൽ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നന്മകളിൽ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ചെറുപ്പക്കാർ നന്മയിലാണ് അവർ ഒത്തുകൂടുന്നതെങ്കിൽ, നല്ല കാര്യത്തിന് അവർ മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ അത് എല്ലാ വിജയത്തിൻ്റെയും ലക്ഷണമായിരിക്കും. നമ്മുടെ മഹല്ലുകളിൽ, കുടുംബങ്ങളിൽ, പ്രദേശങ്ങളിൽ, കൂട്ടായ്മകളിൽ, എല്ലാ നാട്ടിലും, സ്വന്തം നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ നന്മയിൽ സഹകരിക്കുകയും നന്മകളിലൂടെ നിർമ്മാണാത്മകമായ കാര്യങ്ങളിൽ നിരതമാവുകയും ചെയ്യുക, അതാണ് ചെറുപ്പക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വളർന്നു വരുന്ന തലമുറ പ്രതീക്ഷയുടെ എല്ലാമായിട്ടുള്ള ചെറുപ്പക്കാർ, യുവത്വം, വിദ്യാർത്ഥികളും ചെറുപ്പക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക തുണയും തൗഫീക്കും കാവലും ഉണ്ടാവുമാറാവട്ടെ. മാതാപിതാക്കൾക്ക്, കുടുംബത്തിന്, നാട്ടിന്, ജനങ്ങൾക്ക് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്ന, ഉപകാരപ്പെടുന്ന, പറയിപ്പിക്കാത്ത, എപ്പോഴും കണ്ണിനിൽ കുളിർമയുള്ള തലമുറയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വളർത്തിയെടുക്കുമാറാവട്ടെ. اللهم عدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ شبابنا وزينهم بالإيمان والتقوى والعلم والحكمة. اللهم احفظ الشيخ محمد بن زايد رئيس الدولة وكن له عونا وسندا وبارك في عمره وعامله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد وشيوخ الإمارات القادة المؤسسين الذين انتقلوا إلى رحمة الله. اللهم اشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.